വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പവ്യ ബദ്രിനാഥ് ലൈഫ്. ഞാൻ പവ്യ ബിനു. അപ്പോൾ ഇന്ന് ഇൻട്രോ പറയുന്നത് ഞാനാണ് കേട്ടോ. അമ്മ ഇവിടെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ ഇന്ന് എങ്ങോട്ടാ പോകുന്നത്? നമ്മളിന്ന് ഗോബ്ര ലുലുവിലോട്ടാ പോകുന്നത്. നമുക്കപ്പോൾ ഗോബ്ര ലുലുവിൽ പോകാം. കുറെ നാളായി പോയിട്ട്. അവിടെ ഐക്യമുണ്ട് കേട്ടോ. അവിടെ കയറുന്നുണ്ടോ? ഒക്കെ നേരത്തൊക്കെ പോകണം. നമുക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. അവിടെ ഗോബ്ര ലുലുവിൽ അത്രയും ദൂരം പോകണേ അവിടെ നിന്ന് തന്നെ ഒരു സാധനം വാങ്ങാനുണ്ട്. അതുകൊണ്ട് നമ്മൾ അത്രയും ദൂരം പോകുന്നത്. നമ്മുടെ ഇവിടെ അടുത്തുള്ള ലുലുവെന്നും ഉള്ളതിനെക്കാട്ടി കുറച്ചധികം സാധനങ്ങൾ അവിടെ കിട്ടും. അപ്പോൾ അതിനായിട്ട് പോവാം. നിങ്ങൾക്കറിയോ, ഞാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഒരു ഐക്യയിലും പോവാം. കാരണം അത്രയ്ക്ക് രസമാണ്. രാവിലെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റും കിട്ടും ഐക്യയിൽ. അപ്പം നമുക്ക് പോവാം, കാണാം. കമാൻ. നമ്മൾ മിക്കപ്പോഴും ഇതുവഴി പോകുന്നതും ഗോബ്രയിൽ പോകുന്നതും ഒക്കെ ഇത് സെയിം വീഡിയോ തന്നെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ റൂട്ട് തോനെയായിട്ട് കാണിക്കാത്തത്. അങ്ങനെ നമ്മൾ ദാണ്ട ഈ കാണുന്നതാണ് ലുലു. നമ്മുടെ പരിസരത്തോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ കുറെ ദൂരം ഉണ്ടായിരുന്നു. എല്ലായിടത്തും വന്ന് അങ്ങോട്ടും ഇവിടുത്തെ ഒരു വലിയ മാളല്ലേ ഇത്. വേറെ ഇതേപോലെ ഇത്രയും വലുത് വേറെ ഇല്ലല്ലേ? വേറെ ഇവിടെ അതെവിടാ? ആണോ? അതിന്റെ ഓപ്പോസിറ്റ് നെസ്റ്റോയും ഉണ്ട്. നമ്മളിവിടെ വന്നിട്ട് കൊറേ നാളായില്ലേ? അമറാത്തിലല്ല. ഫോട്ടോ ആക്കാത്തെ എത്ര ആകാരം ഇതാണ്. ഈ മോളെ കൂടെ എന്റെ സൈക്കിളും കൊണ്ട് ഇങ്ങനെ ഈ ഏരിയ കൂടുതൽ എന്തുവാടാ ഈ വിളിക്കുന്നത്? ഒരു മെയിൻ ജംഗ്ഷൻ ആകുമ്പോ ഉണ്ടല്ലോ, ഒരു മെയിൻ ജംഗ്ഷൻ ആകുമ്പോ പറയാം ഇനി എങ്ങോട്ടാ പോണ്ടേ. നല്ല ഉടുപ്പ് നോക്കി, നല്ല ഉടുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാരും കൂടി വിളിച്ച ഹോട്ട് ആൻഡ് വാ, വിളിച്ചു നോക്കണോ? വിളിച്ചു നോക്കാം.
ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് എന്താ ഗ്രാൻഡ് മില്ലേനിയം ഹോട്ടലാണോ ഏട്ടാ അത്? എന്താണ് അങ്ങോട്ട് വേറെ മാളുണ്ടല്ലോ. അവിടെ അതിനകത്തൊരു മാളുണ്ടല്ലേ? അകത്തല്ല, അല്ലേ ഏട്ടാ? ഒരു ഒരു വട്ടം അങ്ങാണ്ട് നമ്മൾ അതിനകത്ത് കയറിയിട്ടുണ്ട്. പക്ഷെ നമ്മള് ഇതിനകത്താണോ? അതിനകത്ത് ഇത്രയും അല്ല, അത് ഗ്രാൻഡ് മില്ലേനിയം എഴുതിയ ഹോട്ടലിന്റെ പേര്. ആ മാളിനകത്തുള്ള ഒരു പാർട്ടാണ് ഈ ഹോട്ടല്. അവിടെ നമ്മള് ചെന്നത്, അവിടെ ചെന്നപ്പോ എല്ലാം ഒന്നും തുറന്നിട്ടില്ലായിരുന്നു. മാളിൽ ഭയങ്കര തിരക്കാണ്. ഇവിടെ ഒമാനി സ്കൂള് തുറക്കുന്നതിൻ്റെ തിരക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ വീട്ടിലോട്ട്. അപ്പോൾ നല്ല കുറച്ച് കാഴ്ചകളായിട്ട് വീണ്ടും വരാം.